ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് 2025 ആവാനായി. അപ്പം ഇനി ഒരാഴ്ച പോലും നമ്മളെ കയ്യിലുള്ളൂ. അപ്പം ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. ഇനി അതിലേക്ക് നമുക്കൊരു മടങ്ങിപ്പോക്കില്ല. അപ്പം ഇനി നമ്മളെ കയ്യിലുള്ള അതായത് അടുത്ത ഇയറിലേക്ക് നമുക്ക് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, കാരണം ഒരുപാട് വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാവില്ല. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരുവിധം പൊതുവെ ഒരുവിധ ആളുകളാണ് വീട്ടമ്മമാർ. അതായത് രാവിലെ എണീക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുക, ആ ഒരു രീതിയിലാവും ഉണ്ടാവുക. ചെറിയൊരു നോട്ട് പോലും തയ്യാറാക്കാൻ പറ്റാത്ത പല വീട്ടമ്മമാരും എൻ്റെ അറിവിലുണ്ട്. അപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ വർക്കിംഗ് വുമണിന് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു ലൈഫ് ഒന്ന് അറേഞ്ച് ചെയ്തുക. സാധാരണ നമ്മൾ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അതൊരു റൊട്ടീനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോവും. അപ്പം നമ്മളെക്കൊണ്ട് കഴിയണ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർഡർ ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം പ്ലാനിങ് ഒന്നായിട്ടുള്ളത്, നമ്മൾ ചെറിയൊരു വലിയ നോട്ടൊന്നും വാങ്ങണ്ട, ചെറിയൊരു നോട്ട്, ഒരു ഒരു കയ്യിൽ ഒതുങ്ങാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു നോട്ട് വാങ്ങുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ് തയ്യാറാക്കുക. തയ്യാറാക്കുന്നതിന് ഒരു ഡെയിലി നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേന് വലിയ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം എന്ന് പറയണില്ല. നമുക്ക് അന്ന് ചെയ്യേണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ പോയിൻ്റായിട്ട് നമുക്ക് ആ ഒരു ദിവസത്തിൽ, അതായത് ഒരു ഡേ ആകുമ്പോൾ 24 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കണം അത് മാത്രം, അതായത് ഓവറായിട്ട് എഴുതി തീർക്കരുത്. അപ്പോൾ നമുക്കൊരു മടുപ്പാവും, അത് തുറക്കാൻ തന്നെ അതൊന്നും നമുക്ക് എന്താ അത് ടെൻഷനാവും, അതൊന്നും ചെയ്ത് തീർത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ തയ്യാറാക്കുക. അത് വലിയ നോട്ട് വേണമെന്ന് ഞാനിതാ പിന്നെയും എടുത്ത് പറയുകയാണ്. ചെറിയൊരു നോട്ട് ഉണ്ടാക്കി നോക്കുക, ഒരു ആഴ്ച നമ്മളതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ചെറിയ നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, മക്കൾക്ക് പറഞ്ഞ് വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, റൂം ക്ലീൻ ചെയ്യുക, അങ്ങനെ ചെറിയ കുഞ്ഞ് നോട്ട് ഉണ്ടാക്കുക. അതിലൊരു ടിക്ക് വെക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനത്തെ ചെറിയ കുഞ്ഞ് നോട്ടുണ്ടാക്കുക. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിലാണെങ്കിലും, നമ്മൾ എന്താ പറയുക, നമ്മളെ ഫാമിലിയിലാണെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തേ, വെറും വാട്സപ്പ്, വെറും ഇൻസ്റ്റാഗ്രാം മാത്രമായിട്ട്, ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലാനിങ് ഉണ്ടാക്കിയതിൽ ഡെയിലി നമ്മൾ ഒരാളെങ്കിലും കോൾ ചെയ്തിട്ട് അയാളെ എന്താ പറയുക സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ആ ഒരു ദിവസം ഒരാളെ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. മൂന്നാമത്തെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞത്, നമ്മൾ വാട്സപ്പിൽ മാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പിൽ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ റീലും വീഡിയോസും മാത്രം കണ്ട് പോണ ആൾക്കാരാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 3 മണി ഒരു 4 മണി മക്കൾ വരാനാവുന്ന ടൈമിലൊക്കെ നമുക്കൊന്ന് ഫ്രീ ആവണമെങ്കിൽ നമ്മൾ വെറും വാട്സപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങുക. അത് മാറ്റിയിട്ട് ചെറിയ, അതായത് കട്ടില്ലാത്ത ചെറിയ ഒരു 100 പേജിൻ്റെ ഒരു ബുക്കെങ്കിലും നമ്മൾ വാങ്ങുക. വായിക്കാൻ പറ്റില്ല ചെറിയ കട്ടില്ലാത്ത ബുക്ക് വാങ്ങിയിട്ട് ഡെയിലി ഒരു പേജ്, അതിൻ്റെ കൂടുതൽ വായിക്കരുത്, ഒരു പേജെങ്കിലും വായിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. പുതിയൊരു ഹാബിറ്റ്സ് നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നോക്കുക. അതായത് ഒന്നായിട്ട് ഞാൻ പറഞ്ഞ ഈ പോയിൻറ്റുകൾ ഒന്നായിട്ട് ഒരു ദിവസം ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കല്ലോ. പിന്നെ അടുത്തത് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കും, എല്ലാവർക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കും. പക്ഷെ അത് ടൈമിനാണോ നമ്മൾ കഴിക്കണത്, ചിന്തിച്ചിട്ടുണ്ടോ? അല്ല. നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എല്ലാവർക്കും കൊടുത്ത് അവരെ പാത്രം പോലും കഴുകി വെച്ചിട്ടാവും നമ്മളത് എടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ മക്കൾ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാവും നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടാവുക. അത് മാറ്റിയിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് മറ്റുള്ളവരെ കെയർ ചെയ്യണത് പോലെ തന്നെ നമ്മളെ ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. അപ്പോൾ ഈ രാവിലത്തെ ഭക്ഷണം ഇതുപോലെ തന്നെ ടൈം പറയണില്ല. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് മക്കൾ സ്കൂളിലേക്ക് പോകണതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളും ഭക്ഷണം കഴിക്കാം. അവരെ കൂടുതൽ തന്നെ നമ്മളും ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ളത് നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും. പക്ഷേ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 3 മണി ആ ഒരു ടൈമാവും ഏറെ വീട്ടമ്മമാർ ആ ഒരു ടൈമിലേക്ക് പോകുന്നുണ്ട്. അത് മാറ്റിയിട്ട് അത് 1 മണിയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ 4 മണിയുടെ ചായ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈം നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞത് സേവിങ്സ് ആണ് പറയണത്. അതായത് പണ്ടൊക്കെ നമ്മളെ അച്ഛനും അമ്മേൻ്റെയും ഉമ്മേൻ്റെയും ഉപ്പൻ്റെയും എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അവർ അടുക്കളയിൽ എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരെടുത്ത് തരൽ എന്താണ്, അടുക്കളയിൽ നിന്ന് ഏതെങ്കിലും ബോട്ടിലിനാവും നമുക്ക് നമ്മൾ പൈസ ചോദിക്കുന്ന ടൈമിൽ നമ്മളെ അമ്മയാണെങ്കിലോ അമ്മയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും, എടുത്ത് തരിക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണ അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സേവിങ്സ് ഉണ്ടാക്കുക. ഡെയിലി നമ്മൾ ഇടണം എന്ന് പറയണില്ല, പക്ഷെ നമ്മളൊക്കെ ഒരു സേവിങ്സ് നമ്മളതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആ ബോട്ടിൽ തുറക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സുഖമായി കാണുമ്പോൾ നമുക്കത് മനസ്സിലേക്കൊരു സുഖമുള്ള കാര്യമാണ്. കാരണം ഞാനാണല്ലോ ഇതിലേക്ക് ഇട്ട് നിറച്ചത്, അപ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെ കഴിയും, അതായത് ഇത്രയും ചിലവുണ്ടാക്കണത് ഞാനിതിലേക്ക് കൊണ്ടുവന്ന് അതൊരു കാര്യത്തിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്കൊരു സുഖമാണ്. അപ്പോൾ ആ ഒരു ഹാബിറ്റ്സും കൂടി നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഉപകാരം ആവുന്നുണ്ട്, അതായത് ഏതെങ്കിലും വീട്ടമ്മമാർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. ഓക്കെ.